സിനിമ കാണാൻ പോയിരുന്നതാണ് DC. ലോകേഷ് കനകരാജ് അഭിനയിച്ച DC. ഒരു രക്ഷയില്ല. പടത്തിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും അറ്റ് ദ പീക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് ദ പീക്ക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, ഡിറക്ഷൻ ആവട്ടെ, സ്ക്രിപ്റ്റ് ആവട്ടെ, പടത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ആവട്ടെ, ഡയലോഗ് ആവട്ടെ, ക്യാമറ ആവട്ടെ, എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് പൊളി. ഒരു 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 ചെറിയ സമയം പോലും നമുക്ക് എന്താ പറയുന്നത് ഒന്ന് ബോറടിപ്പിക്കുകയോ അങ്ങനൊന്നും ഇല്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പീക്ക് കിട്ടുന്ന പടം. നിങ്ങൾ ആരും തിയേറ്ററിൽ പോയി കാണാൻ മിസ്സാക്കരുത്. അത്രയ്ക്കും കിടിലം പടം, ഒരു രക്ഷയില്ല. എന്താ പറയുന്നത്, ഇപ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നു. അത്രയ്ക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടമാണ്. പിന്നെ എ ഗ്രേഡ് മൂവിയാണ്, അപ്പം അത്രയും വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പടം നമുക്ക് തരുന്നൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, എനിക്ക് ഇതുവരെ അത് പോയിട്ടില്ല. ഞാൻ രാവിലെയാണ് പോയത്, ഇതുവരെ എനിക്ക് അഡ്രിനാലിൻ റഷ് താന്നിട്ടില്ല. അമ്മാതിരി ഒരു വട്ടം കൂടെ എന്തായാലും പടം കാണണം. കണ്ണുടച്ച് ആർക്ക് വേണമെങ്കിലും നമുക്ക് പോയി കാണാൻ അഡ്വൈസ് ചെയ്യാൻ പറ്റിയ പടമാണ്. എന്താ പറയുന്ന ഒരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ലോകേഷ് പൊളി എന്നുവെച്ചാൽ ലോകേഷിനത് സ്ക്രീനിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ലോകേഷ് അങ്ങനെ ഒരു ആൽബത്തിലല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, അപ്പം അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ലോകേഷ് ആദ്യമായിട്ട് ചെയ്യുവാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഔട്ട് പൊളി. വാമികതൊക്കെ ഒരു രക്ഷയില്ല. സീൻ വാമിക വരുന്ന ഒരു ടൈം തൊട്ട് ഒരു പടം വേറൊരു ഗ്രാഫ് കയറിയിട്ട് വേറെ രീതിയിലേക്ക് പോകുന്നത്. നമുക്ക് ഒന്നും എന്താ പറയുന്നത്, പടത്തിൽ നിന്ന് ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയാൻ തോന്നത്തില്ല. അത്രയ്ക്കും കിടിലം പടം. ഓരോ ടൈം നമ്മളെ എൻഗേജ് ചെയ്തിട്ട്. വില്ലനുണ്ട്, വില്ലൻ പൊളിയാണ് കേട്ടോ. പുള്ളിക്കാരൻ രക്ഷയില്ല. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പരിപാടിയും അഭിനയവും കാര്യങ്ങളൊക്കെ പുള്ളി അടിപൊളിയാണ്. പുള്ളി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ പടത്തിൻ്റെ എഡിറ്ററിനെ പ്രത്യേകം പറയണം. പുള്ളിക്ക് പണി അറിയാം, അജ്ജാതി സാധനം. പിന്നെ സിനിമോട്ടോഗ്രാഫി ഓരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ തൊട്ട് പടത്തിൻ്റെ എൻഡ് ക്രെഡിറ്റിൽ വരുമ്പോൾ ഉള്ള ഒരു ഫ്രെയിം വരെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഡിറക്ഷൻ പുള്ളി അറിയാമല്ലോ, പുള്ളി ക്യാപ്റ്റനൊക്കെ ചെയ്തതാണ്, ക്യാപ്റ്റൻ മില്ലറൊക്കെ അതിൻ്റെ ഡയറക്ടറാണ്. പുള്ളിയും ഒന്നും പറയാനില്ല എനിക്ക്. എന്തോ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ വാച്ചാണ്. തിയേറ്റർ അല്ലാതെ നമുക്ക് ഫോണിൽ കാണുമ്പോൾ ഒരു ജഗപ്പൊക്കെ ഇമ്പാക്റ്റ്, ഒരു എന്താ പറയുന്ന സാധനം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ കിട്ടും, അങ്ങനല്ല. ഈ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റഷ് ഉണ്ടല്ലോ, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ അത്രയ്ക്കും ത്രില്ഡാണ് സംഭവം. എന്താ പറയുന്നത്, അപ്പം പിന്നെ അനിരുദ്ധിനെ പറ്റി പറയണ്ടല്ലോ. ഈ ഇടയ്ക്ക് അനിരുദ്ധ് ചെയ്ത ഒരു വർക്കുകളിൽ നമുക്ക് കണ്ട ഈ പടത്തിൻ്റെ മേളിൽ നിൽക്കുന്ന വർക്ക്, ഒരു സിനിമയ്ക്ക് മുകളിലൊരു മ്യൂസിക് ഡയറക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നിക്കുന്ന ഒരു സാധനം. ഇതിനകത്തിപ്പം ഡിറക്ഷനാണോ അടിപൊളി, അല്ലെങ്കിൽ മ്യൂസിക്കാണോ അടിപൊളി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റാണോ, ഡയലോഗ് ഡെലിവറി ആണോ, ഡയലോഗാണോ, സിനിമോട്ടോഗ്രാഫി ആണോ, എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് പൊളിയാണ്. പക്ഷെ എടുത്ത് പറയേണ്ടത് അനിരുദ്ധിൻ്റെ BGM. എൻ്റെ മോനെ ക്ലാസിക്കലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു പെട്ടയുണ്ട്. ഞാൻ ഈ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണുമ്പോൾ ഒരു രക്ഷയില്ല, കിട്ടില്ല. പൊളി ഔട്ട് ആൻഡ് ഔട്ട് പൊളി.